സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ തീരുമാനം എടുക്കുക. ഏതായാലും വൈകില്ല, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളേക്ക് അപ്പുറം പോവില്ല. കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തിയായി, ഒക്കെ പൂർത്തിയായി, ഒക്കെ തീർന്നു. ഒരു തർക്കമില്ല. വളരെ സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇല്ല, തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. നിങ്ങളൊക്കെ അറിയാവുന്ന പോലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളെയും മുതിർന്ന നേതാക്കളെയുമായി അദ്ദേഹം അഭിപ്രായ ആശയവിനിമയം നടത്തി. ഇന്ന് മുസ്ലിം ലീഗിന്റെ MLA-മാരെയും പ്രധാനപ്പെട്ട മലബാറിലെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയുമാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ആ ചർച്ച ഇന്നത്തോടുകൂടി പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ തീരുമാനം എടുക്കുക. ഏതായാലും വൈകില്ല, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളേക്ക് അപ്പുറം പോവില്ല. കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തിയായി, ഒക്കെ പൂർത്തിയായി, ഒക്കെ തീർന്നു. ഒരു തർക്കമില്ല. വളരെ സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇല്ല, തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. മറ്റ് 2 സീറ്റുകൾ ഞങ്ങൾ ഇന്നത്തോടുകൂടി ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. തിരുവമ്പാടി ഇന്നലെ രാത്രിയോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ മത്സരിക്കും. അല്ല, അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഞാനിപ്പോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലാണ്. ആ പദവിയിൽ തുടരണമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ള നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം ഇനി മുസ്ലിം ലീഗിനെയും UDF-നെയും അധികാരത്തിലേറ്റുക, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ MLA-മാരുണ്ടാക്കി കൊടുക്കുക. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. മറ്റൊരു കാര്യം, നിങ്ങൾ വെറുതെ ഏതെങ്കിലും മണ്ഡലത്തിൽ എന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസ്യത തകർക്കേണ്ട. ഞാൻ മത്സരത്തിൽ രംഗത്തുണ്ടാവില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് തങ്ങളോടൊക്കെ ഞാൻ എന്റെ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഏറ്റവും വലുതായും ഉന്നതമായും തോന്നുന്നത്. തങ്ങളൊക്കെ അത് സമ്മതിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ പാർട്ടി ചിഹ്നത്തിലല്ലാതെ പാർട്ടി പിന്നെ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കാൻ? മുസ്ലിം ലീഗ് മത്സരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, അത് 2 മണ്ഡലം, പിന്നെ പുനലൂരാണെങ്കിലും കോങ്ങാടാണെങ്കിലും കോൺഗ്രസിന് താല്പര്യമുണ്ട്. അവരെടുത്തിട്ടുണ്ട്. കോങ്ങാടൊക്കെ അവർ സ്ഥാനാർത്ഥിയെ പോലെ നിശ്ചയിച്ചിട്ടുണ്ട്. പകരം തരാനുള്ള സീറ്റിനെ കുറിച്ച് ഞങ്ങളും അവരും തമ്മിലുള്ള ചർച്ചകൾ ഇന്നത്തോടു കൂടി പൂർത്തിയാവും. അത് ആവശ്യപ്പെടുന്നത് പറയാൻ കഴിയില്ലല്ലോ. തീരുമാനമായിട്ട് പറയാം.